ഹായ് ഡിയേഴ്സ്, നമ്മൾ സൈക്കോളജിയുടെ മോക്ക് ടെസ്റ്റുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാം ആണല്ലോ അടുത്ത ദിവസം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ അതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും സൈക്കോളജി പാർട്ടിൻ്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം എക്സാമിന് പോവുക. എന്തായാലും ഇതിനകത്തുനിന്ന് കുറച്ച് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. എന്താണ് ഇത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടീച്ചിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ, ബി ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രോസസ്, സി വൺ വേ കമ്മ്യൂണിക്കേഷൻ, ഡി ഓൺലി സിലബസ് കംപ്ലീഷൻ. അപ്പോൾ എന്താണ് ടീച്ചിങ്ങിനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവന? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രോസസ്സ്. ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഓരോ ക്വസ്റ്റിന് ശേഷവും ടൈമർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ അതിനുള്ള ടൈം എടുക്കുന്നില്ല. കാരണം ഞാൻ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ചില എഡിറ്റിങ്ങിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ കാണും. മാത്രമല്ല എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസും പനിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റിന് ശേഷവും നിങ്ങൾ പോസ് ചെയ്ത ശേഷം നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായിട്ടൊക്കെ നിങ്ങൾ ഇടണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഈസ് ഓപ്ഷൻ എ കംപ്ലീറ്റിംഗ് ദി ടെക്സ്റ്റ് ബുക്ക്, ഓപ്ഷൻ ബി കണ്ടക്ടിങ് എക്സാംസ്, ഓപ്ഷൻ സി ബ്രിങ്ങിങ് ബിഹേവിയറൽ ചേഞ്ചസ്, ഓപ്ഷൻ ഡി കൺട്രോളിങ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ മക്കളെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രിങ്ങിങ് ബിഹേവിയറൽ ചേഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് മറ്റൊരു രീതിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാത്രം. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾ ആ കറക്റ്റ് പോയിൻറ്റ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ തിരിച്ച് മാത്രം ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ മനസ്സിൽ തറവായിട്ട് വയ്ക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ: ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് പ്രോസസ്, എ ഇവാലുവേഷൻ, ബി പ്രസൻറ്റേഷൻ, സി പ്ലാനിങ്, ഡി റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ് ഉത്തരം? പ്ലാനിങ് ആണ് അല്ലേ. പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഓരോ കപ്പാസിറ്റിയും ലെവലും അവരുടെ ചേഞ്ചസും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടീച്ചിങ് പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഈസ് നോട്ട് എ ഫാക്ടർ അഫക്റ്റിംഗ് ടീച്ചിങ്. താഴെ തന്നിരിക്കുന്നതിൽ ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? അപ്പോൾ ഇവിടെ നോട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് എപ്പോഴും പറയാറുണ്ട്. എനിക്കങ്ങനെ ഒന്ന് രണ്ട് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് എക്സാം എഴുതിയ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആ പരീക്ഷയുടെ ടെൻഷനിൽ നമ്മൾ നോട്ട് എന്നുള്ളത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയേക്കാം ആ ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും ടൈമിനുള്ളിൽ നമ്മൾ ആൻസർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങളത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെയും പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഉത്തരത്തിന് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എയിൽ ടീച്ചർ പേഴ്സണാലിറ്റി എന്താണ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ക്ലാസ് റൂം ക്ലൈമറ്റ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സ്റ്റുഡൻറ്റ് മോട്ടിവേഷൻ അതും ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് വരാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? വെതർ പ്രഡിക്ഷനാണ് അല്ലേ. അത് ടീച്ചിങ്ങുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്തി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. ആൻ എഫക്റ്റീവ് ടീച്ചർ ഈസ് വൺ ഹൂ, ഓപ്ഷൻ എ talk continuously, option B focuses only on marks, option C understand learners need, option D avoids interactions. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അണ്ടർസ്റ്റാൻഡ് ലേണേഴ്സ് നീഡ്സ്. അപ്പോൾ ഒരു എഫക്റ്റീവ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ലേണറിൻ്റെ ഒരു കുട്ടിയുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പഠിപ്പിക്കുകയും അവന് വേണ്ട മെൻ്റൽ സപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് അവനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ്. നമുക്ക്
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. എ പ്രോഗ്രസീവ് ടീച്ചർ. ഓപ്ഷൻ എ ഫോളോസ് റോട്ട് ലേണിംഗ്. ബി എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓപ്ഷൻ സി യൂസസ് പണിഷ്മെൻറ്റ്. ഓപ്ഷൻ ഡി അവോയ്ഡ് ICT. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഇതിലെ ശരി ഉത്തരം എന്ന് പറയുന്ന ആൻസർ ബി ആണ്. എന്താണ്? എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ചോദ്യം ചോദിക്കുവാനും എന്തു പറ്റി, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന ലോജിക്കൽ തിങ്കിങ്ങിനും അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനുമൊക്കെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള അധ്യാപകനായിരിക്കും അദ്ദേഹം. അപ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ബുദ്ധി വളർച്ചയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുകയാണ്, അവരുടേതായിട്ടുള്ള ചിന്താരീതികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്തുവാനും കറക്റ്റായിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തുവാനും അദ്ദേഹം കുട്ടികളെ സഹായിക്കുന്നു. ഓപ്ഷൻസ് ഒന്നും അല്ല അല്ലേ. ഫോളോ റോട്ട് ലേണിങ്ങിനെ മനഃപ്പാഠമാക്കിയിട്ടുള്ള പഴയ രീതിയല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പണിഷ്മെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. സി പറയുന്നത് യൂസസ് പണിഷ്മെൻറ്റ് എന്നല്ലേ. ഡി അവോയ്ഡ് ICT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലേ, വിവര സമ്പർക്ക സാങ്കേതിക വിദ്യ. അപ്പോൾ ഈ ഒരു ഓപ്ഷനൊന്നും അല്ല അല്ലേ. കറക്റ്റായിട്ടുള്ളത് എൻകറേജ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. 7th ക്വസ്റ്റിനിലേക്ക് പോകാം. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ മീൻസ്. ടീച്ചർ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എ ഡോമിനേറ്റ്സ് ക്ലാസ് റൂം. ബി ഹെൽപ്സ് ലേണേഴ്സ് കൺസ്ട്രക്ട് നോളജ്. ഓപ്ഷൻ സി പണിഷസ് മിസ്റ്റേക്സ്. ഓപ്ഷൻ ഡി അവോയ്ഡ്സ് ഡിസ്കഷൻസ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ബി ആണ്. ഏതാണ്? ഹെൽപ്സ് ലേണേഴ്സ് കൺസ്ട്രക്ട് നോളജ്. ഇവിടെ ടീച്ചർ ഒരു സഹായകനും മാർഗനിർദ്ദേശകനും വഴികാട്ടിയുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ പണ്ടത്തെ കാലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ടീച്ചർ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയാണ്. ടീച്ചർ എന്ത് ചെയ്യാണ്, ഒരു കുട്ടീനെ ഗൈഡ് ചെയ്യുന്നു, ലേണിങ്ങിന് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നല്ലൊരു വഴികാട്ടിയായി കൂടെയിരിക്കുന്നു. ടീച്ചർ ആസ് ഡെമോക്രാറ്റിക് ലീഡർ. ഓപ്ഷൻ എ ഇമ്പോസസ് ഡിസിഷൻ. ഓപ്ഷൻ ബി എൻകറേജ് പാർട്ടിസിപ്പേഷൻ. ഓപ്ഷൻ സി അവോയ്ഡ് സ്റ്റുഡൻസ് ഒപ്പീനിയൻസ്. ഓപ്ഷൻ ഡി യൂസസ് സ്ട്രിക്റ്റ് കൺട്രോൾ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് കറക്റ്റ് ആൻസർ ബി ആണ്. എന്താണ്? എൻകറേജസ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഒരു ടീച്ചർ ഡെമോക്രാറ്റിക് ലീഡർ കൂടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് താഴെ തന്നിരിക്കുന്നത്? എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻസിനെ എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ പഠിക്കാത്തതുമായ കുട്ടികളെ വേർതിരിച്ച് കണ്ടുകൊണ്ടല്ല. അപ്പോൾ ഓരോ കുട്ടിക്കും അവർക്ക് വേണ്ടതായ സപ്പോർട്ട് നൽകിക്കൊണ്ട് ഓരോ കുട്ടിയുടെയും ലെവലിനനുസരിച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവരുടെ ലെവലിനനുസരിച്ചിട്ടുള്ള ലേണിങ്ങിനെ സഹായിക്കുന്ന രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കടമ. നമ്മൾ കണ്ടല്ലോ, ടീച്ചർ എപ്പോഴും എന്തായിരിക്കണം, മോഡേൺ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ടീച്ചർ ഫെസിലിറ്റേറ്ററാണ് അല്ലേ. അപ്പോൾ അതെപ്പോഴും ഓർത്ത് വയ്ക്കണം. അത് പല രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ടീച്ചർ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ഓരോ കുട്ടിയെയും സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ടീച്ചറിൻ്റെ കടമയാണ്. എന്നിരിക്കുന്ന മറ്റു ഓപ്ഷൻ പോലെ തൻ്റെ ഡിസിഷൻ മറ്റു കുട്ടികളെ അടിച്ചേൽപ്പിക്കുകയോ അതുപോലെ തന്നെ കുട്ടികളുടെ ആ ഒപ്പീനിയൻസിനെ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ അതുപോലെ തന്നെ കുട്ടികളുടെ മേൽ തൻ്റെ സ്ട്രിക്റ്റ് കൺട്രോൾ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്ന ആളല്ല. മറിച്ച് ക്ലാസ്സിൽ ഓരോ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് റോൾ ഫോക്കസസ് ഓൺ ഇമോഷണൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ടിനെ ഫോക്കസ് ചെയ്യുന്ന ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മോട്ടിവേറ്റർ. ഓപ്ഷൻ ബി കൗൺസിലർ. ഓപ്ഷൻ സി എക്സാമിനർ. ഓപ്ഷൻ ഡി സൂപ്പർവൈസർ. ഇത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റുമല്ലേ. ആണ് കറക്റ്റ് ഉത്തരം. ഇതാണ് കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, കൗൺസിലറാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കടന്നു ചെന്ന് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കൗൺസിലർ ചെയ്യുന്നത്. കുട്ടിയുടെ ലേണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ഇമോഷണലായിട്ട് കുഞ്ഞിനെ കുറേ കൂടി എന്ത് ചെയ്യുകയാണ്, സ്ട്രോങ് ആക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ഇവിടെ ഈ കൗൺസിലർ ചെയ്യുന്നത്. 10th ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. കോപ്പറേറ്റീവ് ലേണിംഗ് പ്രൊമോട്ട്സ്. ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ. ഓപ്ഷൻ ബി പാസീവ് ലേണിംഗ്. ഓപ്ഷൻ സി ടീം വർക്ക് ആൻഡ് ഇൻറ്ററാക്ഷൻസ്. ഓപ്ഷൻ ഡി ടീച്ചർ ഡോമിനൻസ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ടീം വർക്ക് ആൻഡ് ഇൻറ്ററാക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് ടീം വർക്ക് ആൻഡ് ഇൻറ്ററാക്ഷൻസ് എന്നുള്ളത്. അപ്പോൾ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ടീം വർക്കിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. പ്രോജക്റ്റ് മെത്തേഡ് മെയിൻലി ഡെവലപ്സ്. പ്രോജക്റ്റ് മെത്തേഡ് മെയിനായിട്ട് ഏത് കാര്യമാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എ മെമ്മറൈസേഷൻ. ബി പ്രാക്ടിക്കൽ സ്കിൽസ്. സി
only writing ability. Option D, rote learning. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് ചിന്തിച്ച് നോക്കിയേ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രാക്ടിക്കൽ സ്കിൽസ് ആണ്. അപ്പോൾ പ്രോജക്റ്റ് മെത്തേഡിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. കുട്ടി തന്നെ ഉത്തരം കണ്ടെത്തി അവൻ വർക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി യൂസ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷനിലെത്തുകയാണ്. പ്രാക്ടിക്കലായിട്ട് തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രൂപ്പ് ഡിസ്കഷൻ ഇംപ്രൂവ്സ്. ഓപ്ഷൻ എ, സൈലൻസ് ഇൻ ക്ലാസ്. ഓപ്ഷൻ ബി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓപ്ഷൻ സി, ഫിയർ ഓഫ് സ്പീക്കിംഗ്. ഓപ്ഷൻ ഡി, ടീച്ചർ കൺട്രോൾ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. കുട്ടി എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്, അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പരസ്പരം അവരൊരു ധാരണയിൽ കൃത്യമായിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫക്റ്റീവ് യൂസ് ഓഫ് ICT ഇൻ ക്ലാസ് റൂം. അപ്പോൾ ക്ലാസ് റൂമിൽ ICT, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ എഫക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എ, റീപ്ലേസസ് ടീച്ചർ കംപ്ലീറ്റ്ലി. ഓപ്ഷൻ ബി, മേക്സ് ലേണിംഗ് ഇൻറ്ററാക്റ്റീവ്. ഓപ്ഷൻ സി, റെഡ്യൂസസ് സ്റ്റുഡൻസ്. ഓപ്ഷൻ ഡി, അവോയ്ഡ്സ് വിഷ്വൽസ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മേക്സ് ലേണിംഗ് ഇൻട്രാക്റ്റീവ്. അപ്പോൾ ലേണിങ്ങിനെ വളരെ ഇൻട്രാക്റ്റീവ് ആക്കി തീർക്കുന്ന ഒന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന വിവര സമ്പർക്ക സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ് സ്മാർട്ട് ബോർഡ്, വീഡിയോസ്, പ്രൊജക്ടർ, ഓൺലൈൻ ക്ലാസ്സസ്, അതുപോലെ തന്നെ വിവിധ എഡ്യൂക്കേഷണൽ ആപ്സ്. ഇത് കുട്ടികൾക്ക് പഠനം വളരെ ആകർഷകമാക്കുകയും അതുപോലെ തന്നെ ആക്റ്റീവ് ലേണിങ്ങിനെയൊക്കെ വളരെ സഹായിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് എവാലുവേഷൻ, അതായത് CC മീൻസ്. CC എന്ന് പറഞ്ഞാൽ എന്താണ്? എ, വൺ ഫൈനൽ എക്സാം. ഓപ്ഷൻ ബി, ഓൺലി റിട്ടൺ ടെസ്റ്റ്. ഓപ്ഷൻ സി, കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് അസസ്മെൻറ്റ്. ഓപ്ഷൻ ഡി, മാത്സ് ഓൺലി സിസ്റ്റം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, കണ്ടിന്യൂസ് ആൻഡ് ഹോളിസ്റ്റിക് അസസ്മെൻ്റ് ആണ്. പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം പരീക്ഷ നടത്തുന്നതിൻ്റെ ബേസിലാണ് കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. കുട്ടീനെ എന്താണ് വർഷം മുഴുവൻ ഡെയിലി ആക്ടിവിറ്റി, ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ, അസൈൻമെൻറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് കുട്ടീനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോൾ അല്ലേ, അതായത് മൊത്തത്തിൽ സമഗ്രമായിട്ടുള്ളൊരു ഇവാലുവേഷനാണ്. മൊത്തത്തിൽ സമഗ്രമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇവാലുവേഷനാണ് ഇവിടെ നടക്കുന്നത്. മാർക്ക് മാത്രമല്ല ഒരു കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ കണക്കാക്കുന്നത് കുട്ടിയുടെ ബിഹേവിയർ, സ്കില്ല്, കരിക്കുലർ ആക്ടിവിറ്റി, അക്കാഡമിക് പെർഫോമൻസ്, ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മൾ സമഗ്രമായിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. പോസിറ്റീവ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് എ, കോർപ്പറൽ പണിഷ്മെൻറ്റ്. ബി, എൻകറേജ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്. ഓപ്ഷൻ സി, സ്ട്രിക്റ്റ് സൈലൻസ് ഓൾവേസ്. ഓപ്ഷൻ ഡി, ഇഗ്നോറിംഗ് സ്റ്റുഡൻസ്. മക്കളെ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എൻകറേജ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്. അപ്പോൾ പോസിറ്റീവ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടാവും? എൻകറേജ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ആ കറക്റ്റ് ചെയ്യേണ്ട ഭാഗത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു രീതിയാണ് നമ്മുടെ ആക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെൻ്റ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇൻ ടീച്ചിങ് ഹെൽപ്സ്. ഓപ്ഷൻ എ, അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ ബി, ഹാൻഡിൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് എഫക്റ്റീവ്ലി. ഓപ്ഷൻ സി, റെഡ്യൂസ് പ്ലാനിങ്. ഓപ്ഷൻ ഡി, ഇഗ്നോർ ലേണേഴ്സ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ബി ആണ്, ഹാൻഡിൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് എഫക്റ്റീവ്ലി. ടീച്ചിങ്ങിനുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്തിനെയാണ് സഹായിക്കുന്നത്? ക്ലാസ് റൂം സിറ്റുവേഷൻസിനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇമോഷണൽ മച്യൂരിറ്റി ഓഫ് എ ടീച്ചർ മീൻസ്. ഒരു ടീച്ചറിൻ്റെ ഇമോഷണൽ മച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, ഗെറ്റിംഗ് ആംഗ്രി ഈസിലി. ഓപ്ഷൻ ബി, സ്റ്റേബിൾ ഇമോഷണൽ കൺട്രോൾ. ഓപ്ഷൻ സി, അവോയ്ഡിങ് സ്റ്റുഡൻസ്. ഓപ്ഷൻ ഡി, ബീയിങ് സ്ട്രിക്റ്റ് ഓൾവേസ്. എന്താണ്
ആൻസർ ബി ആണ്, സ്റ്റേബിൾ ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ ടീച്ചേഴ്സിന് എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷണൽ കൺട്രോളാണ് ഉണ്ടാവണം. അതായത് കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ് വളരെ സെൻസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ അതിൻ്റെതായി പെരുമാറുന്ന ഒരു രീതിയല്ല ഉണ്ടാവേണ്ടത്, മറിച്ച് ഇമോഷൻസിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷൻസിനെ നയതന്ത്രപരമായിട്ട് നേരിടുക എന്നുള്ളതാണ് ഒരു ടീച്ചറിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കഴിവ്. അപ്പോൾ ഒരു ഇമോഷണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന് എഫക്റ്റീവായിട്ടുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ടീച്ചർ ഇൻക്ലൂഡ്സ്. ഒരു ടീച്ചറിൻ്റെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ബയാസ് എമംഗ് സ്റ്റുഡൻസ്, ഓപ്ഷൻ ബി റെസ്പെക്റ്റ് ആൻഡ് ഫെയർനെസ്, ഓപ്ഷൻ സി പാർഷ്യാലിറ്റി, ഓപ്ഷൻ ഡി ഇഗ്നോറിംഗ് വീക്ക് ലേണേഴ്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റെസ്പെക്റ്റ് ആൻഡ് ഫെയർനെസ്. എപ്പോഴും ടീച്ചർ എന്ത് ചെയ്യുകയാണ്, വളരെ റെസ്പെക്റ്റോടുകൂടിയും ഫെയർനെസ്സോടുകൂടിയും വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വേർതിരിവുമില്ലാതെ ടീച്ചറിൻ്റെ മുന്നിൽ സ്റ്റുഡൻസ് എല്ലാം ഒരുപോലെ ആയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ടീച്ചർ വളരെ ബഹുമാനത്തോടു കൂടെ തന്നെ കുട്ടികളോടെന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം എന്നല്ല, അവരുടെ വ്യക്തിത്വത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ പേഴ്സണാലിറ്റീനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും സംസാരിക്കുവാൻ. ചില ടീച്ചേഴ്സ് ഉണ്ട് ക്ലാസ്സിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയും വളരെ നാണം കെടുത്തുകയൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം എത്തിക്സിനെതിരാണ്, ഒരു ടീച്ചർ എന്ന നിലയിൽ എത്തിക്സിനെതിരാണ്. കറക്റ്റ് ആൻസർ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19 ചൈൽഡ് സെൻറ്റർ അപ്രോച്ച് ഈസ് എംഫസൈസ്ഡ് ഓൺ. ചൈൽഡ് സെൻറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത് എന്തിനെയാണ് എംഫസൈസ് ചെയ്യുന്നത് താഴെ പറയുന്ന കാര്യങ്ങളിൽ? ഓപ്ഷൻ എ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി മോഡേൺ കരിക്കുലം ഫ്രെയിംവർക്ക്സ്, ഓപ്ഷൻ സി ഓൺലി ഹയർ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി മിലിറ്ററി ട്രെയിനിങ്. ഇതിലേതാണ് കറക്റ്റ് ഉത്തരം? മോഡേൺ കരിക്കുലം ഫ്രെയിംവർക്ക്സ് എല്ലാം തന്നെ ചൈൽഡ് സെൻറ്റേർഡ് ആണല്ലേ, ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആണ് ഫ്രെയിംവർക്ക് ചെയ്തിരിക്കുന്നത്. ഡിസ്കഷൻ മെത്തേഡാണെങ്കിലും പ്രോജക്റ്റ് മെത്തേഡാണെങ്കിലും അസൈൻമെൻ്റ് ആണെങ്കിലും കുട്ടികളാണ് അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അവരെ ബേസ് ചെയ്തിട്ടാണ് അവർ തന്നെ എന്ത് ചെയ്യുകയാണ്, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ തങ്ങളുടേതായിട്ടുള്ള ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുകയാണ്. അപ്പോൾ ഇവിടെ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് കരിക്കുലം വർക്ക്സിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള സമീപന രീതിയാണ്. ടു എഡ്യൂക്കേഷൻ എംഫസൈസ് ഓൺ. ഓപ്ഷൻ എ പണിഷ്മെൻറ്റ് ബേസ്ഡ് ലേണിംഗ്, ഓപ്ഷൻ ബി ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി ഓൺലി പ്രൈവറ്റ് സ്കൂളിംഗ്, ഓപ്ഷൻ ഡി എക്സാം ഓറിയൻറ്റഡ് സിസ്റ്റം. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്തിനെയാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഈ താഴെ പറയുന്നവയിൽ? ആലോചിച്ച് നോക്കിക്കേ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷന്. നമ്മൾ കേട്ടിട്ടുണ്ട് RT ആക്ട് അല്ലേ. അപ്പോൾ ഈ ആക്ട് പ്രകാരം എന്താണ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ്. 2009 ഇത് പാസ്സാക്കിയത്, 2010 മുതലാണ് ഇത് നടപ്പാക്കിയത്. അപ്പോൾ ഗുണമേന്മയുള്ള അതുപോലെ തന്നെ മൊത്തം ഉറപ്പാക്കുന്ന സൗജന്യ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകണമെന്നതാണ് RT ആക്ട് 2009 പ്രതിപാദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് 2010 മുതലാണ് നടപ്പാക്കിയത്. പലപ്പോഴും ഈ ആക്ടിനെ ബേസ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമല്ല ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഭാഗം നന്നായിട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടാണിത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചാൽ തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ടാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം പോകാൻ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സ്കോർ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ലൈക്കായും കമൻറ്റായും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത്രയും ദിവസം ഞാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തത്. അതായത് മെയിനായിട്ട് പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കാരണം നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിജയം കിട്ടട്ടെ ഈ ഒരു ക്ലാസ്സിൽ. നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ചിലർ കമൻ്റൊക്കെ ഇട്ട് പങ്കെടുത്തു, അതിന് നന്ദി പറയുന്നു. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചിൽഡ്രൻ.